നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമമാണ് നാളെ. ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പമ്പയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ, അതുപോലെ തന്നെ തീർത്ഥാടക ടൂറിസം, തിരക്ക് നിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ എന്നിവയൊക്കെ പ്രധാന ചർച്ചാ വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ശബരിമലയിലെ സ്വർണ്ണപ്പാളിലെ തൂക്കവ്യത്യാസം അടക്കം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. വോട്ടർ പട്ടിക ക്രമക്കേടിൽ ആരോപണം കടുപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളുടെയും മറ്റു വാർത്താ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അയ്യപ്പ സംഗമവും ചർച്ചയാകും. KSU മാർച്ചിലുണ്ടായ സംഘർഷവും പ്രതിപക്ഷം ഉന്നയിക്കും. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 3 വേദികളിലായി നടക്കുന്ന സംഗമത്തിൽ വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ പങ്കെടുക്കും. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ സമരത്തിലേക്ക്. ഗുണഭോക്തൃ പട്ടികയിൽ അപാകതയെന്ന ആരോപണം. ജനശബ്ദ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് പരാതി. ഡ്യൂട്ടിയിലുള്ള ചില ഡോക്ടർമാർ അവരുടെ വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം. ഏഷ്യാകപ്പിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും. മത്സരം രാത്രി 8 മണി മുതൽ. UAEക്കെതിരായ മത്സരത്തിലെ ചട്ടലംഘനത്തിൽ പാകിസ്ഥാനെതിരെ ICC നടപടി സ്വീകരിച്ചേക്കും. വിശദാംശങ്ങളിലേക്ക് പോകാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അയ്യപ്പ സംഗമവും ചർച്ചയാകും. KSU മാർച്ചിലുണ്ടായ സംഘർഷവും ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഈ വാർത്തയുടെ എല്ലാം കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, ഈ ഹൈക്കോടതിയിൽ നിന്നടക്കം വലിയ വിമർശനമാണ് സർക്കാരിനുണ്ടായത് ഈ ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ തന്നെയാണോ പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ചർച്ചയ്ക്കായി വന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭയിൽ ഏറ്റവും സജീവമായ വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന നിലയിൽ ഇന്നലെ വിലക്കയറ്റമാണ് ഉന്നയിച്ചതെങ്കിൽ ഇന്ന് പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ്. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ UDF വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ അവർ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് സഭയിലേക്ക് എത്താൻ പോകുന്നത് സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ശബരിമല ക്ഷേത്രത്തിനോട് ചേർന്നുള്ള 2 രൂപങ്ങളിൽ നിന്നും ഇളക്കി മാറ്റിയിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇളക്കി മാറ്റിയിട്ടുള്ള പാളികൾ, സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി കൊണ്ടുപോയി എന്നതാണ്, അഴിച്ചുകൊണ്ടുപോയി എന്നതാണ് ആദ്യമുണ്ടായത്. അതിനുശേഷം വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ നേരത്തെ തന്നെ ചെയ്തു തന്നിരുന്ന ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വരികയും ചെയ്തു. അദ്ദേഹം ആ ശില്പങ്ങൾക്ക് താഴെയുള്ള പീഠത്തിലും പ്രത്യേകം സ്വർണം പൂശുന്നതിനായി സ്വർണം നൽകിയിരുന്നു. 3 പവനോളം സ്വർണം വെച്ചുകൊണ്ട് ഈ 2 പീഠങ്ങളും പൂശി നൽകിയിരുന്നു. എന്നാൽ അവ ഇപ്പോൾ കാണാനില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം ഇടപെടുകയും ചെയ്തു. ഈ സ്വർണ്ണ തൂക്കത്തിൽ തന്നെ 4 കിലോയുടെ വ്യത്യാസം ഇതിനകത്തുണ്ടായി എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരോടക്കം ഹൈക്കോടതി ഇതിനോടകം തന്നെ ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് വിശദീകരണം നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെയാണ് ഈ പീഠത്തിന്റെ സ്വർണ്ണപ്പാളികൾ കാണാതായിരിക്കുന്ന സംഭവം. ഇക്കാര്യങ്ങളൊക്കെയും ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. പ്രധാനമായും അക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയും പ്രതിപക്ഷം
സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ KSUവിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്കടക്കം മാർച്ച് നടന്നിരുന്നു. ആ നിയമസഭയിലേക്കടക്കം നടന്ന മാർച്ചിൽ ഏറെ സംഘർഷമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പ്രധാനമായും പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSUവിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. അത് ഇന്നലെ ഏകദേശം 20ഓളം തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന തരത്തിലേക്ക്, തുടർന്ന് KSU പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പോലീസിന്റെ അതിക്രമങ്ങൾ തുടർച്ചയായി തുടരുന്നു എന്നത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷം ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് സർക്കാർ സ്വീകരിച്ച നടപടികളും, ഒപ്പം ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകത ഉൾപ്പെടെ ഇന്നത്തെ ചോദ്യോത്തര വേളയിലടക്കം ഉയർന്നു വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് നിലവിൽ വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ സ്വകാര്യ ബില്ലുകൾ മാത്രമായിരിക്കും ഇന്നത്തെ സഭാ നടപടികളിൽ ഉണ്ടാവുക എന്ന കാര്യവും കൂടിയുണ്ട്. എന്തുതന്നെയായാലും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വളരെ സജീവമായ ഒരു സഭാ സമ്മേളന ദിവസത്തിനായിരിക്കും ഇന്നും വേദിയാവുക. കാരണം ഏറ്റവും പ്രധാനം നാളെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നാളെ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിനുള്ള പാളിച്ചകൾ സർക്കാരിന്റെ ഇതിനകത്ത് വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നതും ഭക്തരോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളടക്കം ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റു വിഷയങ്ങളും സജീവ വിഷയങ്ങളും ഇന്ന് സഭയിൽ ഉണ്ടാവും. ശരി, ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്കവ്യത്യാസം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം നാളെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ. ഒപ്പം KSU മാർച്ചിലുണ്ടായ സംഘർഷം അടക്കം ഉന്നയിക്കും. രജിത്ത് ചൂണ്ടിക്കാട്ടിയ പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും സഭയിൽ ഉണ്ടാവുക. സഭയിൽ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിലപാട് കടുപ്പിച്ച് രാഹുൽ ഗാന്ധി വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാൻ തന്നെയാണ് തീരുമാനം. ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാകും പുറത്തുവിടുക. എന്നാൽ ഫാക്ട് ചെക്ക് എന്ന പേരിൽ 3 കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത നീക്കം നിർണായകമാണ്. അതേസമയം രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരാത്തതും ശ്രദ്ധേയമാണ്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പിന്നീട് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ആസൂത്രിതമായി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാറ്റുന്നു എന്നുള്ള വലിയ ആരോപണം വരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ BJPയും എല്ലാം രാഹുലിന്റെ ആരോപണങ്ങൾ തള്ളിയെങ്കിലും കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല. അത് സംബന്ധിച്ചൊക്കെ ഇനി ഏത് രീതിയിലായിരിക്കും ഒരു നീക്കമുണ്ടാവുക? അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അത് ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ സംവിധാനം ഉപയോഗിച്ച് മാത്രമുള്ള ഒരു വിശദീകരണമാണ് നൽകിയത്. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഇത്തരത്തിലൊരു ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പൗരനോ ഇത്തരത്തിൽ വോട്ടുകൾ ഓൺലൈനായി നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അക്കാര്യത്തിലാണ് ഒന്നാമത്തെ വിശദീകരണം. രണ്ടാമത് പറഞ്ഞത് ഇത്തരമൊരു നീക്കം നടന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് അസംബന്ധമായ പ്രചരണമാണ് എന്നുള്ളത് പറയുന്നു. മറ്റൊരു കാര്യം പ്രധാനമായും പറഞ്ഞത് ഈ മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. അത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ട ഒരു സാഹചര്യമോ എന്നുള്ളതല്ല. അതായത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് 6018 വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും അത്തരമൊരു ശ്രമം നടന്നത് ചൂണ്ടിക്കാണിച്ചു, അത് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ആ സമയത്താണ് ഈ അലന്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കുകയാണ്, ഇങ്ങനെയൊക്കെ നടന്നിട്ടും കോൺഗ്രസ് ജയിച്ചു എന്നുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഷ്ട്രീയ ആരോപണമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി കൂടുതലായി മുന്നോട്ട് വെച്ചത്. ആ രാഷ്ട്രീയ ആരോപണത്തിന് ഒരു ഭരണഘടനാ സ്ഥാപനം നേരിട്ട് മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച അതേ നിലപാട് തന്നെയാണ് BJPയും വെക്കുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച് പോകുന്ന ഒരു സാഹചര്യം മാത്രമാണ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. ഈ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നീട് പല വിഷയങ്ങളിലും, റഫേൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു. പിന്നീട് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു സ്ഥിരം ശീലമായി രാഹുൽ ഗാന്ധി മാറ്റിയിരിക്കുന്നു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണം തന്നെയാണ് BJP ഉയർത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള കൂടുതൽ വിശദീകരണം നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കൽബുർഗി ജില്ലയിൽ പെടുന്നതാണ് ഈ മണ്ഡലം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്രയിലെ അവിടെ അധികം വോട്ടുകൾ 6850 വോട്ടുകൾ അധികമായി ചേർത്തതുമായി ബന്ധപ്പെട്ട
പ്രധാനപ്പെട്ട ആരോപണമാണ് ഉയർത്തിയത്. ഈ രണ്ട് കാര്യങ്ങളിൽ വ്യക്തമായ മറുപടിയിലേക്ക് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിട്ടില്ല. മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടും ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി. മാത്രമല്ല, ഇക്കാര്യങ്ങൾ തന്റെ ഒരു വെല്ലുവിളി തന്നെയാണ്, ഇത് ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടുകൾ എടുക്കട്ടെ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബന്ധപ്പെട്ട് തന്നെയാണ്. കർണാടകയിൽ നിന്ന് ഉള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ക്രമക്കേടുമായുള്ള ശ്രമം നടന്നിരുന്നു. അതിൽ തന്നെ നിരവധിയായ അപേക്ഷകൾ വന്നു. 24 അപേക്ഷകളിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു സ്ഥിരീകരണം കർണാടകത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുവെന്ന് ഇരു കമ്മീഷനുകളും വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ഒരു തരത്തിലും കോൺഗ്രസ് അതിശക്തമായ ഒരു പിന്തുണ രാഹുൽ ഗാന്ധിക്ക് നൽകുന്നില്ല എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കാരണം ഇന്നലെ വാർത്താ സമ്മേളനം നടക്കുന്നു. അതിനുശേഷം തന്നെ ഈ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്റുകളും മറ്റും വന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു പ്രചരണ പരിപാടിക്കോ മറ്റു പ്രതികരണങ്ങളിലേക്കോ BJPയെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമോ ഒരു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ദേശീയ തലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റയാൾ പോരാട്ടമായി തന്നെ BJP കണക്കാക്കുന്നു. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രം മറുപടി പറഞ്ഞ് പോകുകയാണെങ്കിൽ ഇതിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട BJP നേതാക്കൾ, പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാരോ മറ്റ് പ്രധാന ചുമതലയുള്ളവരാരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ തുടരട്ടെ എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. വോട്ട് മോഷണം, അതുപോലെ തന്നെ വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിലൊക്കെ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് തന്നെയാണ് തീരുമാനം. ഹരിയാന, ഉത്തർപ്രദേശ്, പ്രത്യേകിച്ച് വാരണാസി അടക്കമുള്ള മണ്ഡലങ്ങളിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടുമെന്നുള്ള സൂചനകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ ഫാക്ട് ചെക്ക് എന്ന പേരിൽ 3 കാര്യങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുള്ളതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത നീക്കവും നിർണായകമാണ്. പ്രശാന്ത് ചൂണ്ടിക്കാട്ടിയ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വോട്ടർ പട്ടിക ക്രമക്കേടും അതുപോലെ തന്നെ വോട്ട് മോഷണവും ഒക്കെ രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ഇന്ന് വയനാട്ടിലെത്തും. ഇരുവരും സ്വകാര്യ സന്ദർശനത്തിനായാണ് എത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ പര്യടനം തുടരുന്നതിനിടെയാണ് ഇരുവരും വയനാട്ടിലെത്തുന്നത്. രതീഷ് കുഞ്ചത്തൂരുണ്ട് വിശദാംശങ്ങളുമായി. രതീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട്. സ്വകാര്യ സന്ദർശനം എന്ന് കോൺഗ്രസ് പറയുമ്പോഴും വയനാട് ജില്ലാ നേതൃത്വം പലതരത്തിൽ വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിക്കൂട്ടിലൊക്കെ ആകുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലത്തിൽ എത്തുന്നത് എന്നുള്ളതും കൂടി ശ്രദ്ധേയമായ കാര്യമാണ്. തീർച്ചയായും വയനാട് കോൺഗ്രസിനുള്ളിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം സോണിയാഗാന്ധിയും വയനാട്ടിലെത്തുന്നത്. തികച്ചും സ്വകാര്യ സന്ദർശനമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കരിപ്പൂരിൽ നിന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെയാണ് റോഡ് മാർഗം അവർ വയനാട്ടിലെത്തുക. മറ്റു പൊതുപരിപാടികളൊന്നും അവർക്ക് ചാർജ് ചെയ്തിട്ടില്ല. തികച്ചും സ്വകാര്യ പരിപാടികൾ മാത്രമാണ്. അതേസമയം കഴിഞ്ഞ 10-ാം തീയതി മുതൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലുണ്ട്. മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അവർ പൗരപ്രമുഖരെ അതോടൊപ്പം പ്രമുഖരെയെല്ലാം കണ്ട ചർച്ച നടത്തുന്ന പ്രധാന പരിപാടികൾ മാത്രമായി അത് പോകുകയാണ്. അതേസമയം വയനാട്ടിലെ കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയ വിവാദങ്ങൾ, ആത്മഹത്യകൾ, തുടർന്നുണ്ടായ കലഹങ്ങൾ, ഗ്രൂപ്പ് തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു അവസരത്തിലാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിലേക്ക് വരുന്നത്. മറ്റു നേതാക്കളുമായി ചർച്ച നടത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ ഈ വിഷയങ്ങളിലടക്കം ഇവരുടെ ശ്രദ്ധ പുലർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 11 മണിയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിലെത്തും. ശരി, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇന്ന് വയനാട്ടിലുണ്ട്. സ്വകാര്യ സന്ദർശനം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിശദീകരണം. എന്നാലും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ. ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. 3 വേദികളിലായി നടക്കുന്ന സംഗമത്തിൽ വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ പങ്കെടുക്കും. നാളെ രാവിലെ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പമ്പ മണൽപ്പുറത്തെ പ്രധാന വേദിക്ക് പുറമെ ഹിൽ ടോപ്പിലും ശ്രീരാമസങ്കേതം ഓഡിറ്റോറിയത്തിലുമായാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ, പിൽഗ്രിം ടൂറിസം വികസനം, തീർത്ഥാടന കാലയളവിലെ തിരക്ക് നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ഉദ്ഘാടന ചടങ്ങിന് ശേഷം സെമിനാറുകൾ നടക്കും. ചർച്ചയിലൂടെ വരുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. നമ്മൾ കൃത്യമായി ഒരു ചോദ്യാവലി തയ്യാറാക്കി വരുന്നവർക്കെല്ലാം ആദ്യം കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ
നമ്മുടെ റവന്യൂ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ചോദ്യാവലി അതിൽ നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കാത്തവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് പൂരിപ്പിച്ച അവരുടെ അഭിപ്രായം ആ കമ്മിറ്റി ഏൽപ്പിക്കാൻ, അതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ 3 സെഷനുകളിൽ കഴിഞ്ഞ് പൊതുവായ ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് വിദഗ്ധന്മാർ ഉൾക്കൊള്ളുന്ന ആ കമ്മിറ്റി ഭാവിയിൽ വന്നിട്ടുള്ള ഈ നിർദ്ദേശങ്ങളും ചർച്ചയിൽ കൂടി ഉയർന്നിരിക്കുന്ന ആശയങ്ങളും ക്രോഡീകരിച്ച് ഭാവി നടപ്പാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. അയ്യപ്പ സംഗമം ശബരിമല ദർശനത്തെ ബാധിക്കില്ലെന്നും തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താമെന്നും മന്ത്രി വ്യക്തമാക്കി. സെമിനാറുകൾക്ക് പുറമെ പിന്നണി ഗായകൻ വിജയ് യേശുദാസിന്റെ സംഗീത പരിപാടിയും നടക്കും. തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകും. നാളെ വൈകിട്ട് 4:30 അയ്യപ്പ സംഗമം അവസാനിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. സൂചിപ്പിച്ച പോലെ തന്നെ തീർത്ഥാടക ടൂറിസം, അതുപോലെ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ, അതുപോലെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുക എന്നടക്കമുള്ള ശബരിമലയുടെ എല്ലാ വികസനത്തിനും വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ വിശദീകരണം. സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. 7 കോടി രൂപ ചെലവിൽ അത്യാഡംബര സൗകര്യങ്ങളാണ് സംഗമത്തിനായി ഒരുക്കുന്നത്. സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ സംഗമത്തിനായി പണം മുടക്കരുത് എന്ന് കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ സംഗമത്തിനുള്ള പന്തലുകൾ മുതൽ ഭക്ഷണം വരെ എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണമായും ഊരാളുങ്കൽ സൊസൈറ്റിയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 7 കോടിയോളമാണ് സംഗമത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തിന്റെ പ്രധാന പന്തൽ രാമമൂർത്തി മണ്ഡപം ഇരുന്ന ഭാഗത്ത് 30,500 ചതുരശ്രയടി വിസ്തീർണത്തിൽ ജർമ്മൻ സാങ്കേതികവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റ് 2 പന്തലുകൾ കൂടിയുണ്ട്. പന്തലിന് മുകളിൽ ചൂടിനെ പൂർണ്ണമായും പ്രതിരോധിക്കുന്ന ഷീറ്റുകളാണ് വിരിച്ചിട്ടുള്ളത്. തറയിൽ പ്ലൈവുഡ് പാളികൾ പാകി. എല്ലാ പന്തലുകളും പൂർണ്ണമായും ശീതീകരിച്ചതാണ്. VIP-കളെ സ്വീകരിക്കാൻ പ്രത്യേക ലോഞ്ച്, കോൺഫറൻസ് ഹാളുകൾ, ഡൈനിങ് ഹാൾ, വിശ്രമമുറികൾ, എക്സിബിഷൻ ഹാൾ തുടങ്ങി സൗകര്യങ്ങളാണ് പന്തലിൽ ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലടക്കം ഡോക്ടർമാരുടെ എണ്ണത്തിൽ മതിയായ ഡോക്ടർമാരുടെ എണ്ണമില്ല എന്ന വാർത്തകൾ നേരത്തെ തന്നെ ഉള്ളതാണ്. ഡോക്ടർമാരുടെ സംഘടനകളടക്കം ആ പരാതി ഉന്നയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ളൊരു പരാതി. കാരണം രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമ്പോഴും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല. പ്രത്യേകിച്ച് ഡ്യൂട്ടിയിലുള്ള ചില ഡോക്ടർമാർ അവരവരുടെ വിഭാഗങ്ങളിലെത്തുന്ന രോഗികളെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. വാർഡ് വിപുലീകരണം വന്നതിന് ശേഷം ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ കിടത്തി ചികിത്സിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണിത്. എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും ദിവസവും ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ജനറൽ ആശുപത്രിയിലാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നത്. ഉള്ള ഡോക്ടർമാരിൽ ചിലർ OPയിൽ എല്ലാ ദിവസവും സേവനം ചെയ്യാൻ തയ്യാറാകാതിരിക്കുന്നത് രോഗികൾക്ക് ഇരുട്ടടിയാവുകയാണ്. ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഒരു സീനിയർ കൺസൾട്ടന്റും 3 കൺസൾട്ടന്റുമാരുമാണ് ഉള്ളത്. ജനുവരി 1 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ജനറൽ മെഡിസിൻ OPയിൽ 12,204 രോഗികൾ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ 655 പേരെ അഡ്മിറ്റ് ചെയ്തു. പീഡിയാട്രിക് വിഭാഗത്തിൽ 2 സീനിയർ കൺസൾട്ടന്റും 3 കൺസൾട്ടന്റുമാരും 2 ജൂനിയർ കൺസൾട്ടന്റുമാരും അടക്കം 7 ഡോക്ടർമാർ. ഈ കാലയളവിൽ ഇവിടെ OPയിലെത്തിയത് 4,732 പേരാണ്. ഗൈനോക്കോളജിയിൽ ഒരു സീനിയർ കൺസൾട്ടന്റും 4 കൺസൾട്ടന്റുമാരുമാണ് ഉള്ളത്. OPയിൽ ചികിത്സിച്ച രോഗികളുടെ എണ്ണം 6,442. റെസ്പിറേറ്ററി മെഡിസിൻ, ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിൽ 1 വീതം ഡോക്ടർമാരാണ് ജനറൽ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിലാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. വാർഡ് വിപുലീകരണത്തിന് ശേഷം ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ 31 ICU ബെഡുകളാണ് നിലവിലുള്ളത്. നേരത്തെ ഇത് 16 ആയിരുന്നു. വാർഡിൽ 44 നിന്ന് 86 ബെഡുകളായി വർദ്ധിപ്പിച്ചു. ഇതോടെ ഡോക്ടർമാരുടെ ജോലിഭാരം വർദ്ധിക്കുകയാണ്. ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനറൽ മെഡിസിൻ വകുപ്പ് മേധാവി ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകിയിരുന്നു. എന്നാൽ നിവേദനത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെങ്കിൽ ആശുപത്രി സൂപ്രണ്ട് സ്ഥാനം ഡോക്ടർ സുനിൽകുമാർ രാജിവെച്ചു. DME ഡോക്ടർ വിശ്വനാഥനാണ് രാജി നൽകിയത്. ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടറായ തനിക്ക് സൂപ്രണ്ട് ആയതോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നാണ് കാട്ടിയാണ് രാജി നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, രാജിവെച്ചെങ്കിലും ആരോഗ്യവകുപ്പ് രാജി സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഈ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വിവാദങ്ങളിലെല്ലാം തന്നെ സൂപ്രണ്ട് വലിയ വിമർശനങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ രാജിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്തൊക്കെയാണ്?
അമ്പിളി, ഡോക്ടർ BS സുനിൽകുമാർ കഴിഞ്ഞ 15-ാം തീയതിയാണ് പ്രിൻസിപ്പലിന് കത്ത് നൽകിയത്. താൻ ഈ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മാസം 22 വരെ മാത്രമേ താൻ സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുകയുള്ളൂ എന്ന കാര്യം കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ന്യൂറോ സർജറി വിഭാഗത്തിലെ പ്രൊഫസർ കൂടിയാണ്. അതുകൊണ്ട് തനിക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, അതിന് വേണ്ട സമയം തനിക്ക് ലഭിക്കുന്നില്ല എന്നാണ് കാരണമായി പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയായാലും നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം തന്നെ ഉപകരണക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അടക്കം ഉണ്ടായിരുന്നു. നേരത്തെ അത്തരത്തിൽ വലിയൊരു മാനസിക സംഘർഷം തനിക്ക് ഉൾപ്പെടെ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ പ്രശ്നങ്ങളും ഒക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്ക് തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഈ കത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും നിലവിൽ ഇപ്പോഴും സ്റ്റെന്റിന്റെ അടക്കം അനുബന്ധ ഉപകരണങ്ങളുടെ അടക്കമുള്ളവയുടെ വിതരണം ഏജൻസികൾ നിർത്തിവെച്ചിരിക്കുന്നത് മൂലം കാർഡിയോളജി വിഭാഗത്തിലടക്കം ഉപകരണക്ഷാമം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി കൂടി വളരെ പെട്ടെന്ന് രാജി കൂടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രിയിലെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന കടുത്ത പ്രതിസന്ധികളുമാണ് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ രാജിയിലേക്ക് എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏകദേശം ഇപ്പോൾ HLL നിന്നാണ് ഉപകരണങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. HLL തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് 40 കോടിയോളം രൂപ നൽകാനുണ്ട് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമടക്കം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ആ സമ്മർദ്ദത്തെ കൂടി അതിജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്ത് തന്നെയായാലും നേരത്തെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് ഡോക്ടർ A. നസറുദ്ദീൻ തന്നെ ഇത്തരം പ്രതിസന്ധികളൊക്കെ വന്ന സാഹചര്യത്തിൽ തനിക്ക് ഈ പദവിയിൽ വഹിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സുനിൽകുമാറും അത്തരത്തിൽ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയും ഒപ്പം തന്നെ സമ്മർദ്ദവും കാരണം പുറത്തേക്ക് പോകുന്നു എന്നൊരു തരത്തിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ ന്യൂറോ സർജറി വിഭാഗത്തിലെ പ്രൊഫസറായ തനിക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ തന്റെ പദവിയിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങുന്നത്. എന്ത് തന്നെയായാലും നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും ഈ ഉപകരണക്ഷാമം അടക്കം ഏറെ സജീവമായി ചർച്ചയിലുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ശരി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് സ്ഥാനം ഡോക്ടർ സുനിൽകുമാർ രാജിവെച്ചു. DME ഡോക്ടർ വിശ്വനാഥനാണ് രാജി നൽകിയത്. നൽകുന്ന വിശദീകരണം ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്നുള്ളതാണ്. ഇനി ആ രാജി ആരോഗ്യവകുപ്പ് അംഗീകരിക്കുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ മുൻ LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർക്കെതിരെ ഉണ്ടായ അപവാദ പ്രചരണങ്ങൾക്കെതിരെ KJ ഷൈൻ ഇന്ന് പോലീസിൽ പരാതി നൽകിയേക്കും. തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് അപമാനിക്കാൻ ശ്രമം നടക്കുന്നതായി KJ ഷൈൻ ആരോപിച്ചിരുന്നു. ഇതിനെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്നും KJ ഷൈൻ വ്യക്തമാക്കിയിരുന്നു. വിശദാംശങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ KJ ഷൈനെതിരെ വ്യാപകമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം നടന്നത്. ഏത് രീതിയിലായിരിക്കും ഇവർ ഇതിനെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായും ഒക്കെ നേരിടുക? കാരണം പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ വലിയ പിന്തുണയും അവർക്ക് ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണോ ഇനി പോകുന്നത്? അമ്പിളി, KJ ഷൈനും ഒപ്പം തന്നെ വൈപ്പിൻ MLAക്കും എതിരായിട്ടുള്ള അപവാദ പ്രചരണങ്ങളിൽ ഇരുവരും പോലീസിൽ പരാതി നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിയമപരമായിട്ട് നീങ്ങും എന്നുള്ളൊരു കാര്യം ഈ രണ്ടുപേരും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയും ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായ തനിക്കെതിരെ നടത്തുന്ന ഒരു അപവാദ പ്രചരണമാണ്. ഇത് ജീർണിച്ച രാഷ്ട്രീയമാണ് എന്ന കാര്യം ഇന്നലെ KJ ഷൈൻ ആരോപിച്ചിരുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു KJ ഷൈൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസും ഒപ്പം തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് തനിക്കെതിരായിട്ട് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണങ്ങൾ എന്നായിരുന്നു ഇവർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെ തന്നെ വൈപ്പിൻ MLA ആയിട്ടുള്ള KN ഉണ്ണികൃഷ്ണനും രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിന്റെ ജീർണിച്ച രാഷ്ട്രീയമാണ് ഇതിനു പിന്നിൽ എന്നുള്ളൊരു ആരോപണമാണ് ഉണ്ണികൃഷ്ണനും ഉന്നയിച്ചിരുന്നത്. അതിനൊപ്പം തന്നെ രണ്ടുപേരും ഇതിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഒപ്പം തന്നെ രാഷ്ട്രീയമായി ഇതിനെ ചെറുക്കുമെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ഇതിനുശേഷം പിന്നീട് CPM-ഉം ഇരുവർക്കും പിന്തുണയുമായിട്ടും രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇനി നിയമപരമായിട്ടുള്ള നീക്കം രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ കോൺഗ്രസിന് പങ്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ
DCC പ്രസിഡന്റും രംഗത്തെത്തിയിരുന്നു. ഇന്നലെ രാത്രി വൈകിയായിരുന്നു DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുകയും CPM-ന്റെ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പറയുകയുണ്ടായിരുന്നു. കോൺഗ്രസിനെ മനഃപൂർവ്വം ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ നടത്തുന്ന പ്രചരണങ്ങളാണ്. മാത്രവുമല്ല, നിലവിൽ CPM-ന് കോൺഗ്രസിനെതിരായിട്ട് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി CPM രംഗത്ത് വരുന്നതും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ DCC പ്രസിഡന്റും വ്യക്തമാക്കിയത്. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ CPM ഇരുവർക്കും നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് ഏതായാലും KJ ഷൈനും കൂടാതെ KN ഉണ്ണികൃഷ്ണനും ഇതിനെ നിയമപരമായി നേരിടുന്നതിന് വേണ്ടി ഇനി പരാതി അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. അമ്പിളി. ശരി, KJ ഷൈൻ ടീച്ചർക്കെതിരായുണ്ടായ അപവാദ പ്രചരണങ്ങൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയേക്കും. ഈ പേരും ചിത്രവും എല്ലാം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാൻ ശ്രമം നടത്തുന്നതിനെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായി നേരിടുമെന്ന് തന്നെയാണ് പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺകുമാർ. രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുമ്പോൾ ദേശീയപാതയിൽ കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷന് സമീപം ബസ് ഡ്രൈവർ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചു. ലൈറ്റ് ഡിം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം. ബസ് ഡ്രൈവർ ലിവർ എടുത്ത് ബൈക്ക് യാത്രക്കാരനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം കണ്ട നാട്ടുകാർ ഇടപെട്ടതോടെ നാട്ടുകാരെ വെല്ലുവിളിച്ച് ഇയാൾ ബസ്സിനകത്ത് കയറി ലോക്ക് ചെയ്തിരുന്നു. തുടർന്ന് നാട്ടുകാരും മറ്റ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ബസ് വളയുകയായിരുന്നു. ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന സൂര്യ കണക്ട് എന്ന ബസ്സിലെ ഡ്രൈവറാണ് ആക്രമിച്ചത്. CSI സഭയുടെ മലബാർ മഹാ ഇടവകയിൽ ആദ്യമായി വനിതകൾ വൈദിക സ്ഥാനത്തേക്ക്. കോഴിക്കോട് മാനാഞ്ചിറ CSI കത്തീഡ്രൽ പള്ളിയിൽ നവവൈദികരുടെ ഡീക്കൻ പട്ട സ്വീകരണ ശുശ്രൂഷകൾ നടന്നു. സജു മേരിയും നിംഷി ഡേവിഡുമാണ് ഡീക്കൻ പട്ടം സ്വീകരിച്ചത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾ ഉൾക്കൊള്ളുന്നതാണ് CSI മലബാർ മഹാ ഇടവക. സഭ മലബാർ മഹാ ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് വനിതകൾ വൈദിക സ്ഥാനത്തേക്ക് എത്തുന്നത്. പത്തനംതിട്ട റാന്നി സ്വദേശിയും ദൈവശാസ്ത്ര അധ്യാപികയുമായ ഡോക്ടർ സജു മേരി എബ്രഹാമും വയനാട് മേപ്പാടി നെടുങ്കരണ സ്വദേശി നിംഷി ഡേവിഡും മലബാർ മഹാ ഇടവക ബിഷപ്പ് റവറന്റ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടറിന്റെ കാർമ്മികത്വത്തിൽ പൗരോഹിത്യത്തിന്റെ ആദ്യപടിയായ ഡീക്കൻ പട്ടം സ്വീകരിച്ചു. ഡീക്കൻ പദവിയിൽ 1 വർഷം തുടർന്നാൽ ഇരുവരും പുരോഹിതരാകും. കേരളത്തിലെ 6 മഹാ ഇടവകകളിൽ ഇതുവരെ 4 പേരാണ് വൈദിക പദവിയിലെത്തിയ വനിതകൾ. ഇതിൽ ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ഇനി മറ്റ് ചില റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ, നിർമ്മാണ പ്രവൃത്തികൾക്കായി അടച്ചിട്ട തൃശൂർ മണലൂർ പഞ്ചായത്തിലെ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് തുറക്കാത്തതിനാൽ യാത്രികർ ദുരിതത്തിൽ. 1.5 മാസമായി ബസ് സ്റ്റാൻഡ് അടഞ്ഞുകിടക്കുകയാണ്. ബസ് സ്റ്റാൻഡിനകത്തെ കോൺക്രീറ്റ് ജോലികൾക്കായാണ് ബസ് സ്റ്റാൻഡ് പൂട്ടിയത്. വിഷയത്തിൽ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതോടെ പൊതുവെ ഗതാഗത തിരക്കേറിയ കാഞ്ഞാണിയിൽ 4 ഭാഗത്തേക്കും ആളുകളെ കയറ്റാൻ ബസ് നിർത്താൻ ഇടമില്ലാതായി. ഇതോടെ ഗതാഗത കുരുക്കിൽ ജനം വലഞ്ഞു. 100-ലധികം ബസ്സുകൾ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡാണിത്. നിർമ്മാണം പൂർത്തീകരിച്ച ഈ മാസം ബസ് സ്റ്റാൻഡ് തുറന്നു നൽകുമെന്ന മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. എന്നാൽ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബസ് സ്റ്റാൻഡ് തുറന്നില്ല. ബസ് സ്റ്റാൻഡ് തുറക്കാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണ് യാത്രക്കാർ. ഇത് ഏകദേശം ഒരു 2 വർഷത്തിലധികമായി നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് തകർന്നു കിടക്കുന്നത്. അന്ന് പോലും പരിഹാരം കാണാത്ത ഈ പഞ്ചായത്ത് ഭരണാധികാരികൾ, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റാകട്ടെ മറ്റുള്ളവരാകട്ടെ, ഇതിന് വേണ്ടിയിട്ട് ഇതെന്താണിത്, ഇതിൻ്റെ ശോചനീയാവസ്ഥ എന്ന് പഠിക്കാൻ പോലും തയ്യാറാവാതെ ഒരു ജനകീയ പ്രക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പുതിയതായി ഒന്ന് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഈ ഓണത്തിൻ്റെ അടുത്ത് വന്ന് ഈ ബസ് സ്റ്റാൻഡ് അടച്ച് പൊളിച്ച് ഇങ്ങനെ ഒരു സംവിധാനം, കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഈ കോൺക്രീറ്റ് ചെയ്ത സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഈ ഓണത്തിന് മുൻപ് ഈ പണി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, സാധാരണക്കാരെ വലയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധാരണക്കാരുടെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ, ഇതൊക്കെ അതിന് ബാധിച്ചിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്കായി അടച്ച ബസ് സ്റ്റാൻഡിൽ മഴ പെയ്താൽ കുട ചൂടാതെ നിൽക്കാനാവില്ല. മേൽക്കൂരകളെല്ലാം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇക്കാര്യങ്ങളിലും പരിഹാരം കാണാൻ പഞ്ചായത്തിനായില്ല. 2 പ്രാവശ്യം ടെൻഡർ വിളിച്ചെങ്കിലും ഏറ്റെടുക്കാൻ ആളില്ലാത്തതാണ് കാരണമായി പറയുന്നത്.
എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിച്ച യാത്രികർക്കായി തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ 25 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു. കോതമംഗലം നഗരസഭാ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളാണ് 18-ാം വാർഡിലെ 25 കുടുംബങ്ങളുടെ വാടക വീട് ജീവിതത്തിന് വിരാമമിടാൻ സഹായമായത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 18-ാം വാർഡിൽ വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും വാസയോഗ്യമായ വീടില്ലാത്തവർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ശ്രമമാണ് ലക്ഷ്യത്തിലെത്തിയത്. മനോഹരമായ പുഴയോരത്ത് 1.25 ഏക്കറോളം സ്ഥലം വാങ്ങി 3.5 കോടിയോളം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 16 വീടുകൾക്ക് 4 ലക്ഷം രൂപ വീതം ലഭിച്ചിരുന്നു. കോതമംഗലം ലയൺസ് ക്ലബ്ബ് 5 വീടുകൾ നിർമ്മിച്ചു നൽകി. കൂടാതെ 13 ലക്ഷം രൂപയും നൽകി. വാസയോഗ്യമല്ലാത്ത വീടുകളിൽ ദുരിതം അനുഭവിച്ച് താമസിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്ന് മുനിസിപ്പൽ കൗൺസിലറായ ഷിബു കുര്യാക്കോസിന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ബാക്കി കോതമംഗലം ലയൺസ് ക്ലബ്ബ് പൂർണ്ണമായും 5 വീട് പണിതീർത്ത് അവർ നൽകി. അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്ക് വേണ്ടി 13 ലക്ഷം രൂപ കോതമംഗലം ലയൺസ് ക്ലബ്ബ് നമുക്ക് നൽകുകയുണ്ടായി. അതുപോലെ എറണാകുളത്തുള്ള EPP ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെയധികം സംഭാവനകളും സഹകരണവും ഈ പദ്ധതിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി ആളുകൾ ഈ പദ്ധതിയെ സഹായിക്കുവാനും ഇതിൽ സഹകരിക്കുവാനുമായി മുമ്പോട്ട് വന്നു. അങ്ങനെയാണ് ഈ 25 പേരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്ക് സാധിച്ചത്. ഏതൊരാൾക്കും ഒരു വീട് എന്നത് അവരുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ 4 ലക്ഷം രൂപ ലൈഫിൻ്റെയോ അല്ലെങ്കിൽ PMAYയുടെയോ കിട്ടിയാൽ അവർക്ക് ആ വീട് പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല. ഇതുപോലെ ഈ 1.25 ഏക്കർ സ്ഥലം വാങ്ങി ഇവരുടെ എല്ലാവരുടെയും പേരിലേക്ക് 3 സെന്റ് സ്ഥലം വീതം സൗജന്യമായി എഴുതി കൊടുക്കുകയാണ് ഉണ്ടായത്. നിർമ്മാണം പൂർത്തിയാക്കിയ 25 വീടുകളുടെ സമർപ്പണവും 6 വീടുകളുടെ താക്കോൽദാനവും വരുന്ന ശനിയാഴ്ച രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കും. കോതമംഗലം MLA ആന്റണി ജോൺ അധ്യക്ഷത വഹിക്കും. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിന് കുത്തേറ്റു. മുഹമ്മദ് ജിനീഷിനാണ് കാറിൽ എത്തിയ സംഘം കുത്തിയത്. കോഴിക്കോട് ഭാഗത്തു നിന്നും കാറിലെത്തിയ സംഘം ജിനീഷിന്റെ കാറും തകർത്തിട്ടുണ്ട്. ജിനീഷ് മയക്കുമരുന്ന് വിതരണ സംഘവുമായി ബന്ധമുള്ളയാളും സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയുമാണ്. അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും വർഷ ഗിരീഷ് ചേരുന്നുണ്ട്. വർഷ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് താമരശ്ശേരിയിലാണ് യുവാവിന് കുത്തേറ്റത്. മുഹമ്മദ് ജിനീഷിനെയാണ് കാറിലെത്തിയ ഒരു സംഘം കുത്തിയത്. കോഴിക്കോട് ഭാഗത്തു നിന്നും കാറിലെത്തിയ സംഘം ജിനീഷിന്റെ കാറും തകർത്തിട്ടുണ്ട് എന്നാണ് വിവരം. ജിനീഷ് മയക്കുമരുന്ന് വിതരണ സംഘവുമായി ബന്ധപ്പെട്ടയാളും അതുപോലെ തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പുകളിലൊക്കെ നിരവധി കേസുകളിൽ പ്രതിയാണ്. വർഷ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വർഷ, ഈ കുത്തേറ്റ ജിനീഷ് അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നൊക്കെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇത് മയക്കുമരുന്ന് വിതരണവും അതുപോലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണോ? അമ്പിളി, അത്തരം കാര്യങ്ങളിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ രാത്രി 10:30 താമരശ്ശേരിയിൽ ഈ സംഭവം ഉണ്ടായത്. താഴെപ്പരപ്പൻ പോയിലിൽ വെച്ചായിരുന്നു സംഭവം. കാറിലെത്തി, അതായത് കോഴിക്കോട് കാറിലെത്തിയ സംഘമാണ് ഈ അമ്പായത്തോട് അറമുക്ക് സ്വദേശിയായ മുഹമ്മദ് ജിനീഷിനെ കുത്തിയത്. ഈ കുത്തേറ്റ ജിനീഷും മറ്റു മയക്കുമരുന്ന് വിതരണ കേസ്, അതേപോലെ തട്ടിക്കൊണ്ടുപോകൽ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കേസുകളെല്ലാം പ്രതിയാണെന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ആ രീതിയിലുള്ള ഒരു തർക്കത്തിനെ കൊണ്ടാണ് ഇന്ന് സംഭവം ഉണ്ടായിരുന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും യാതൊരുവിധ പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരിട്ട് വന്നിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഈ കുത്തിയവർ ആരാണെന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ പൂർണ്ണമായി വ്യക്തത വന്നിട്ടില്ല. അതേസമയം അക്രമ സംഘത്തിൽപ്പെട്ട ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾക്ക് അക്രമത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. അക്കാര്യമെല്ലാം ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ തുടർന്ന് ഇയാളുമായി ബന്ധപ്പെട്ടായിരിക്കും ഇയാൾ നൽകുന്ന നിർദ്ദേശപ്രകാരമായിരിക്കും മറ്റുള്ളവരിലേക്ക് പോലീസ് എത്തുക. എന്തായാലും ഈ ജിനീഷിനെ ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിന് കുത്തേറ്റു. മുഹമ്മദ് ജിനീഷ് എന്ന യുവാവിനെയാണ് കാറിലെത്തിയ ഒരു സംഘം കുത്തിയത്. എന്തായാലും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും വർഷ ഗിരീഷ്.
ഇനി ഓഹരി വിപണി വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. എങ്കിൽ കൂടിയും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിപണി ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ മുന്നോട്ട് നീങ്ങൂ എന്നാണ് കരുതുന്നത്. ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസം വിപണിയിൽ വ്യാപാരം നടന്നതും. എന്തായാലും വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയുള്ള ഓരോ ഉയർച്ചയിലും ഒരുപക്ഷെ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഒരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 25,500 എന്നുള്ള നിലവാരം തന്നെയാണ് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. ഇന്നലെ US വിപണിയിലെല്ലാം നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിച്ചിരുന്നത്. അവിടെ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചത് വലിയൊരു പ്രതീക്ഷ വിപണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു വർഷം തന്നെ 2 തവണ കൂടി പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്ന ഫെഡറൽ റിസർവിൻ്റെ സൂചന നൽകിയതും വിപണിക്ക് പ്രോത്സാഹനമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ വിപണിയുടെ നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ ആഭ്യന്തര ഘടകങ്ങൾ അനുകൂലമായിരിക്കുന്നതും താരിഫുമായി ബന്ധപ്പെട്ട് ഒരു അയവ് വന്നേക്കുമെന്നുള്ള പ്രതീക്ഷ വിപണിയിലുള്ളതും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നെന്തായാലും ഇന്നലത്തേതിനേക്കാൾ മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ഓഹരി വിപണിയിലെ ഇന്നത്തെ പ്രതീക്ഷകളാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് പങ്കുവച്ചത്. അജൈവ മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായി ആലപ്പുഴ നീലംപേരൂർ ഗ്രാമപഞ്ചായത്ത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി വഴി പ്രതിമാസം ശരാശരി 1800 കിലോ അജൈവ മാലിന്യമാണ് പഞ്ചായത്തിൽ സംഭരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഈ മാലിന്യം, കുപ്പിച്ചില്ലുകൾ തുടങ്ങി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനമാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. 13 വാർഡുകളിലായി 24 ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. സംഭരിക്കുന്ന മാലിന്യം MCF പ്രവർത്തനങ്ങളിലൂടെ കൺവെയർ ബെൽറ്റ് മെഷീൻ ഉപയോഗിച്ച് തരംതിരിക്കും. പിന്നീട് ബൈലിംഗ് മെഷീൻ ഉപയോഗിച്ച് വിവിധ കെട്ടുകളാക്കിയ ശേഷം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ശരാശരി 1,40,000 രൂപ പ്രതിമാസ വരുമാനവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. മാലിന്യം സംഭരിക്കുന്നതിന് പൊതുസ്ഥലങ്ങളിൽ 11 ബോട്ടിൽ ബൂത്തുകളും 100 ഡസ്റ്റ് ബിന്നുകളും LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. അപ്പം അതിന് ആവശ്യമാകുന്ന ഒരു ഇടപെടലെന്ന് പറഞ്ഞത് അതിനെ നമ്മൾ വരുമാന മാർഗമാക്കുക എന്നുള്ള ലക്ഷ്യം കണ്ടെത്തി. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ മാലിന്യങ്ങളും ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആദ്യത്തെ കണ്ടെത്തൽ. മാലിന്യം വിറ്റുകിട്ടുന്ന തുകയിൽ നിന്ന് നിശ്ചിത തുക മാറ്റിവെച്ച് തുണികൾ വാങ്ങി സഞ്ചികൾ, വിവിധ തുണിത്തരങ്ങൾ എന്നിവ തയ്ച്ചും വിൽപ്പന നടത്തുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെ. പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു തുണിസഞ്ചികളുടെ നിർമ്മാണം. എന്നാൽ ഇതിന് വിപണന സാധ്യത ഏറിയതോടെ മറ്റു തുണിത്തരങ്ങൾ കൂടി തയ്ച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനത്തിന് പെട്ടെന്ന് നിർമ്മാണം ചെയ്യുമ്പം അതിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പം തുണി വഴി സഞ്ചി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും വരുമാനം ഉണ്ടാകും. കുടുംബശ്രീ യൂണിറ്റ് വഴിയാണ് പ്രധാനമായും വിപണനം നടത്തുന്നത്. ഇതിനെല്ലാം പുറമെ LED ബൾബ് നിർമ്മാണവും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്തിരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മികച്ച വരുമാനം ഉറപ്പാക്കിയതിനോടൊപ്പം പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് നീലപ്പേരൂർ പഞ്ചായത്ത് അധികൃതർ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇനി മൂന്നാറിലെ ഒരു നീലക്കുറിഞ്ഞി കാഴ്ചയിലേക്കാണ്. ഈ നീലക്കുറിഞ്ഞി ഒരു വീട്ടിലാണ്. ദേവികുളം സ്വദേശി ജോർജിന്റെ വീട്ടിലെ ചെടിയിലാണ് പൂക്കൾ വിരിഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടി മുഴുവൻ പൂക്കൾ വിരിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ വീട്ടുകാർ. കഴിഞ്ഞ 5-ാം തീയതിയാണ് മൂന്നാർ ദേവികുളം സ്വദേശി ജോർജ് വീട്ടുമുറ്റത്ത് പരിപാലിക്കുന്ന നീലക്കുറിഞ്ഞി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയത്. ഒക്ടോബർ ആദ്യവാരത്തോടെ ചെടി നിറയെ പൂക്കൾ വിരിയും. വർഷത്തോളമായി ഇവർ ചെടി പരിപാലിക്കുന്നുണ്ട്. 2014 പൂക്കൾ വിരിഞ്ഞിരുന്നു. ഇത് 2014 ഒരു പ്രാവശ്യം പൂത്തതാണ്. അന്ന് ചെറിയ ചെടിയായിരുന്നേ. ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 5-8 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് പൂക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി പൂത്തതാണ്. ഇനി ഒക്ടോബർ ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് പൂക്കുമെന്ന് പ്രതീക്ഷിക്കണം. 2018 മൂന്നാറിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂവിട്ടത്. എന്നാൽ പ്രളയകാലം ആ മനോഹര കാഴ്ചയെ നഷ്ടപ്പെടുത്തി.
പിന്നീടുള്ള വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലായി കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിരുന്നു. ഇത്തവണയും മൂന്നാറിലെ വിവിധ മേഖലകളിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കൊരുങ്ങി അമൃതപുരി. അമ്മയുടെ ജന്മദിനാഘോഷം കൂടുതൽ സാമൂഹ്യ സേവന പദ്ധതികളുടെ വേദിയാകും. സമൂഹ വിവാഹവും കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയും ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തും. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അമൃതസ്പർശമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ കൊല്ലം അമൃതപുരിയിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും പൂർത്തിയായി വരുന്നു. ശനിയാഴ്ച രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന എന്നിവയും നടക്കും. അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ശ്രമദാന പദ്ധതികൾക്കുമാണ് ആശ്രമം ഇത്തവണ തുടക്കമിട്ടിരിക്കുന്നതെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. ജന്മദിനത്തിന്റെ ഭാഗമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച് അനുഗ്രഹ സാഫല്യത്തിനായി അമൃതപുരിയിലെത്തുന്ന മുഴുവൻ പേരെയും അമ്മ നേരിൽ കാണും. വിദേശികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പേരാണ് ആഘോഷങ്ങൾക്കായി ഇത്തവണ അമൃതപുരിയിലെത്തുന്നത്. ലോക ശുചീകരണ ദിനമായ സെപ്റ്റംബർ 20-ന് ആഗോളതലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്താൻ മാതാ അമൃതാനന്ദമയി മഠം തീരുമാനിച്ചിട്ടുണ്ട്. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി 300 നിർധനരായ ആളുകൾക്ക് മഠം സൗജന്യ ശസ്ത്രക്രിയ ചെയ്തു നൽകും. കൊച്ചി, ഫരീദാബാദ്, അമൃത ആശുപത്രികളിലെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 2 ആശുപത്രികളിലുമായാണ് നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു നൽകുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി അമ്മയുടെ ആഹ്വാനപ്രകാരം ഹൃദയ ശസ്ത്രക്രിയാ ക്യാമ്പ് കൊച്ചി അമൃത ആശുപത്രിയിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ശസ്ത്രക്രിയ ആവശ്യമായ നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ ശസ്ത്രക്രിയ നൽകും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ നടന്ന വിശ്വശാന്തി സമ്മേളനത്തിൽ അമ്മ മലയാള ഭാഷയിൽ സംസാരിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തെ ആസ്പദമാക്കി സമൂഹത്തിൽ മലയാള ഭാഷയുടെ പ്രചാരണവും പരിപോഷണവും ലക്ഷ്യമിട്ട മാതാ അമൃതാനന്ദമയി മഠം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ആധ്യാത്മിക, വൈജ്ഞാനിക, ശാസ്ത്രരംഗങ്ങളിലെ പ്രഗത്ഭർക്ക് 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്ന അമൃതകീർത്തി പുരസ്കാരം ജന്മദിനാഘോഷ ചടങ്ങിൽ സമ്മാനിക്കും. ആശ്രമം പുതുതായി പുറത്തിറക്കുന്ന ആധ്യാത്മിക, സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. മഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 15,000-ലധികം വരുന്ന സ്വാശ്രയ സംഘങ്ങൾക്കും കുടുംബങ്ങൾക്കുമായുള്ള വസ്ത്രങ്ങളുടെയും പ്രവർത്തന മൂലധനത്തിന്റെയും വിതരണോദ്ഘാടനവും ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കും. അമൃത ന്യൂസ്, കൊല്ലം. ക്യൂസ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് ക്യൂ പോസിറ്റീവ് ക്ലബിന് രൂപം നൽകി കണ്ണൂർ അമൃത വിദ്യാലയം. കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാനും പഠനത്തിന് സഹായിക്കുന്ന ഗെയിമിഫിക്കേഷൻ ടൂളായി ക്വിസിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുമാണ് ക്യൂ പോസിറ്റീവ് ക്ലബ്ബുകൾ ലക്ഷ്യമിടുന്നത്. ക്ലബ്ബ് ആരംഭിച്ചതിലൂടെ കുട്ടികൾക്ക് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്വിസറും ക്വിസ് മാസ്റ്ററുമായ ഡോക്ടർ അമൽ ദാമോദരന്റെ നേതൃത്വത്തിൽ ക്വിസ് മത്സരങ്ങളും നടന്നു. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ക്വിസ് പ്ലെയർ രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യാപ് ചാപ്റ്ററുമായി ചേർന്നാണ് അമൃത വിശ്വവിദ്യാപീഠം ലോകമെമ്പാടും ക്യൂ പോസിറ്റീവ് ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി നിർലേപാമൃത ചൈതന്യ, ക്യൂ ഫാക്ടറി ക്യൂസ് മാസ്റ്റർ ഡോക്ടർ അമൽ ദാമോദരൻ, IQA കേരള പ്രൊജക്ട് ഹെഡ് ഷാമിൻ മേനഡ് ജോയ്, കോർഡിനേറ്റർ സിയ സുധീഷ് എന്നിവർ പങ്കെടുത്തു. നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുതിയ വഴികൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ജീവിത വിജയം കൈവരിക്കുക. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ്. ഇതാണ് അമൃത ന്യൂസിന്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റ് പറയുന്നത്. പ്രശസ്ത ക്രിക്കറ്റ് കമന്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ളയാണ് ഗെയിം ചേഞ്ചറിന്റെ അവതാരകൻ. സ്റ്റീവൻ റോജർ വോ, സ്റ്റീവ് വോ, ക്രിക്കറ്റ് പ്രേമികൾക്കെല്ലാം വളരെ സുപരിചിതനാണ്. പലർക്കും പ്രിയങ്കരനായ ഒരു ക്രിക്കറ്ററായിരുന്നു, ഒരു ലീഡറായിരുന്നു, ക്യാപ്റ്റനായിരുന്നു. സ്റ്റീവ് 1998 എൻഡിലാണ് ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത്, ഓൾമോസ്റ്റ് 99. ആ സമയത്ത് 33 വയസ്സുണ്ട് അദ്ദേഹത്തിന്.
മേ ബി ബൈ ജനറൽ സ്റ്റാൻഡേർഡ് സ്ലൈറ്റ്ലി ലേറ്റ്. പക്ഷേ ആ സമയത്ത് അതും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം 1 ഡേ ടീമിൻ്റെ ക്യാപ്റ്റൻസി കുറച്ച് നാൾ ചെയ്തു. ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻസി കിട്ടുമ്പം ഓസ്ട്രേലിയ വാസ് എ വെരി ഗുഡ് സൈഡ്. മാർക്ക് ടെയ്ലർ ആയിരുന്നു അതിനു മുമ്പ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിൽ നിന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമ്പോൾ ഒരു നല്ല ടീം, വളരെ ശക്തമായൊരു ടീമും സ്റ്റീവ് വോയ്ക്കുണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ പോയി വേൾഡ് കപ്പ് ജയിച്ചു. 1999 ഇംഗ്ലണ്ടിൽ നടന്ന UK നടന്ന വേൾഡ് കപ്പ് ദേ വൺ. സാധാരണഗതിയിൽ ആ സമയത്തൊക്കെ ഓസ്ട്രേലിയ തോൽക്കുന്നേക്കാൾ കൂടുതൽ, ഒരുപാട് കൂടുതൽ ജയിക്കുമായിരുന്നു. ദേ വർ വിന്നിങ് മച്ച് മോർ ദാൻ ദേ വർ ലൂസിങ്. അതിൻ്റെ കൂടെ വേൾഡ് കപ്പ് കൂടെ ആയി. സാധാരണഗതിയിൽ ഏതൊരു ടീമായാലും കുറച്ച് റിലാക്സ് ചെയ്യും. They would put their feet up and cool their heels. Yes, we are the world champions, but not Australia. ആ സമയത്താണ് ruthlessness എന്നൊരു വേർഡ് സ്റ്റീവ് വോ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കൾച്ചറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് he said, we're not going to lose today, we're not going to lose tomorrow, we're not going to lose this week, we are not going to lose this month, and we are not going to lose this year. അതായത് ഈ ദിവസമൊന്നുമല്ല, നാളെയോ ഈ ആഴ്ചയിലോ ഈ മാസത്തിലോ ഈ വർഷത്തിൽ ഒരിക്കലും തോൽക്കില്ല. എവറി സിംഗിൾ ടൈം വി ആർ ഗോയിങ് ടു ഗിവ് അവർ ബെസ്റ്റ്. ഓരോ പ്രാവശ്യം നമ്മൾ കളിക്കുമ്പോഴും നമ്മളുടെ ബെസ്റ്റ് ആയിരിക്കും കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു റൂത്ത്ലെസ് കൾച്ചർ, ഒരു എക്സ്ട്രീംലി പ്രൊഫഷണൽ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ദേ സ്റ്റാർട്ടഡ് ക്രഷിങ് ദി ഒപ്പോണൻസ്. അതായത് എതിർ ടീമുകളെ അവർ തകർക്കാൻ തുടങ്ങി. ഒരു 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് മാച്ചസ് ജയിക്കാൻ തുടങ്ങി. ആൻഡ് ദേ സെറ്റ് ന്യൂ സ്റ്റാൻഡേർഡ്സ്, ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, വേറൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ചില സമയത്ത് നോക്കുമ്പം ഓസ്ട്രേലിയ ക്രിക്കറ്റിൻ്റെ വേറൊരു വേർഷനാണ് കളിക്കുന്നതെന്ന് തോന്നും. ആൻഡ് മൂന്നാമത് ദേ സ്ലോലി ഗോട്ട് ഇൻ ടു ദി ഹിസ്റ്ററി, ദേ വാക്ക്ഡ് ഇൻ ടു ഹിസ്റ്ററി. അതായത് ചരിത്രത്തിൽ ഏതൊരു ഗ്രേറ്റ് സ്പോർട്ടിംഗ് ടീമിൻ്റെ ചരിത്രം എടുത്താലും, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ ഏതൊരു സ്പോർട്ടിംഗ് ടീംസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താലും ഈ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം, പർട്ടിക്കുലർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനൊരു സ്ഥാനം ഉണ്ടാവും. ദേ വൺ എ റെക്കോർഡ് 16 ടെസ്റ്റ് മാച്ചസ് ഇൻ എ റോ. 16 ടെസ്റ്റ് മാച്ചസ് കളിച്ചു, ജയിച്ചു ഒരേ റോയിൽ. അതൊക്കെ ഇൻക്രെഡിബിൾ അച്ചീവ്മെൻറ്റ്സ് ദോസ് ഡേയ്സ്. ഇപ്പോൾ സ്റ്റീവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് യു ആർ നോട്ട് പ്ലേയിങ് ടു അവർ ബെസ്റ്റ് എവറി സിംഗിൾ ഡേ, വി ആർ ഡിസ്റെസ്പെക്റ്റിംഗ് അവർ ഓൺ എബിലിറ്റീസ്. അതായത് നമുക്കുള്ള നാച്ചുറൽ കഴിവിനെ നമ്മൾ ബഹുമാനക്കുറവ് കാണിക്കുകയാണ്. ഇഫ് എവറി ഡേ വി ആർ നോട്ട് അറ്റ് അവർ ബെസ്റ്റ്. ദാറ്റ് ഗോട്ട് മീ തിങ്കിങ്, ആർ വി റെസ്പെക്റ്റിംഗ് അവർ ഓൺ എബിലിറ്റീസ് ഓർ ആർ വി ഡിസ്റെസ്പെക്റ്റിംഗ് അവർ ഓൺ എബിലിറ്റീസ്? നമ്മളുടെ ഒരു മൊത്തം കഴിവിൻ്റെ എത്ര ശതമാനം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? എന്താണ് നമ്മൾ ചെയ്യുന്നത്? ദി ആൻസർ വുഡ് ബി, ഇഫ് യു ആർ ബീങ് ബ്രൂട്ടലി ഓണസ്റ്റ്, നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശരി, അല്ലേ? അല്ലെങ്കിൽ കുറേ രീതിയിൽ നമുക്ക് ബെറ്റർ ആകാൻ പറ്റും. So setting that, kind of a goal for ourselves, wherein continuous self-improvement. എന്താണ് continuous self-improvement? Simple theory. Tomorrow, I'm going to be better than what I am today. And day after tomorrow, I will be better than what I'm going to be tomorrow. അതായത് നാളെ ഞാൻ ഇന്ന് എന്താണോ അതിൽ ബെറ്റർ ആയിരിക്കും. നാളെ കഴിഞ്ഞ് ഞാൻ എന്താണോ പോകുന്നത്, നാളെ കഴിഞ്ഞ് ഞാൻ നാളത്തേക്കാൾ കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഇറ്റ്സ് എ സിമ്പിൾ ഇക്വേഷൻ. പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് പാടാണ്. പുഷിങ് oneself out of one's comfort zone. സ്റ്റീവോയുടെ ഓട്ടോബയോഗ്രഫി തന്നെ പേര് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അതെനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്നു, എനിക്ക് അത്യാവശ്യം സാലറി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കതിൽ നിന്ന് ഇതുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് എക്സാം ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമുക്ക് എന്തുമാത്രം നമ്മളെ പുഷ് ചെയ്യാൻ പറ്റും? TM കൃഷ്ണ, കർണാടക സംഗീതത്തിലെ ഒരു വലിയൊരു പേരാണ് TM കൃഷ്ണ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈം ഡിസൈപ്പിൾ, ഒരു സ്റ്റുഡൻറ്റ്, ഒരു ശിഷ്യൻ എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. കൃഷ്ണ സാർ ചെയ്യുന്ന ഒരു കാര്യം, അദ്ദേഹം he just puts himself in all kinds of uncomfortable positions. He pushes himself out of the comfort zone. അതായത് എങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ പെർഫോം ചെയ്യാം എന്ന് അദ്ദേഹം കോൺസ്റ്റൻ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. സോ ഷാൽ വി ഓൾസോ ഡു ദ സെയിം? നമുക്കൊന്ന് സ്വയം ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു ലെറ്റ്സ് പുഷ് ദ ബാർ ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് അസ്. അതായത് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുമ്പം എൻഷുർ ദാറ്റ് വി സെറ്റ് ചലഞ്ചിങ് ഗോൾസ്. അതുപോലെ തന്നെ നമുക്ക് ആ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിലേക്ക് വരാം. എന്തുമാത്രം അൺടാപ്ഡ് പൊട്ടൻഷ്യൽ നമ്മളിൽ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
ഏഷ്യാ കപ്പിൽ ഇന്ത്യ ഇന്ന് ഒമാനെ നേരിടും. ഇന്ത്യയുടെ അവസാനത്തെ ഗ്രൂപ്പ് മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ബുംറയ്ക്കും കുൽദീപ് യാദവിനും ഇന്ത്യ ഇന്ന് വിശ്രമം അനുവദിച്ചേക്കും. ബുംറയ്ക്ക് പകരം ഹർഷീത് റാണയോ അർഷദീപ് സിംഗോ അവസാന 11-ലെത്തും. കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തി ഇറങ്ങും. 2 മത്സരങ്ങളിൽ വിജയിച്ച് ഇന്ത്യ നേരത്തെ സൂപ്പർ 4-ലെത്തിയിരുന്നു. ഞായറാഴ്ച സൂപ്പർ 4-ൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. UAE-ക്കെതിരായ ഏഷ്യാ കപ്പ് മത്സരം വൈകിപ്പിച്ചതിന് പാകിസ്ഥാനെതിരെ നടപടിയെടുക്കാൻ ആലോചിച്ച് ICC. മാച്ച് റഫറി ആന്റി പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന ആവശ്യം നിരസിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാക് ടീം വൈകിയെത്തിയത്. മത്സരശേഷവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ICCയുടെ കണ്ടെത്തൽ. മത്സരശേഷം പാകിസ്ഥാൻ താരങ്ങൾ പൈക്രോഫ്റ്റിനെ കാണുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പൈക്രോഫ്റ്റ് പാകിസ്ഥാനോട് ക്ഷമ ചോദിച്ചു എന്ന തരത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചിത്രീകരിച്ചത്. നിരോധിത മേഖലയിൽ മൊബൈൽ ഫോണും ക്യാമറയും ഉപയോഗിച്ചു എന്നും ICC കണ്ടെത്തി. ഇതേ തുടർന്നാണ് പിഴ ചുമത്തുന്ന കാര്യം ICC പരിഗണിക്കുന്നത്. വിലക്ക് ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ഇന്ന് ആലപ്പുഴ കൈനകരിയിൽ തുടക്കമാകും. IPL മാതൃകയിലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരങ്ങൾക്കാണ് ഇന്ന് കൈനകരി ജലോത്സവത്തോടെ തുടക്കമാവുക. നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 9 ചുണ്ടൻ വള്ളങ്ങളും തുഴച്ചിൽ ക്ലബ്ബുകളും CBLൽ മാറ്റുരയ്ക്കും. ആലപ്പുഴ ജില്ലയിൽ മാത്രം 5 മത്സരങ്ങൾ നടക്കും. മലബാർ മേഖലയിലും മധ്യ കേരളത്തിലുമായി 3 മത്സരങ്ങൾ വീതമുണ്ട്. ഇത്തവണ കാസർഗോഡ് ജില്ലയിലും CBL മത്സരമുണ്ട്. ലീഗിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന വള്ളത്തിന് 25 ലക്ഷം രൂപയും 2ാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപയും 3ാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയും സമ്മാനം ലഭിക്കും. വൈകിട്ട് 4-ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ജലമേള ഉദ്ഘാടനം ചെയ്യും. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മുഖ്യാതിഥിയാകും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.